ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിമക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP 5th സെമസ്റ്റർ BCom മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് ക്ലാസ്സസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട കുറച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, അതിൻ്റെ കുറച്ചും കൂടി വൈഡായിട്ട് ഞാൻ ഇന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊഡ്യൂൾ 2 റേഷ്യോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ കാണുക. കുറച്ചും കൂടിയും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഏരിയാസുകൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊന്നും കൂടി ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റും അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റും ലയബിലിറ്റീസും ഒക്കെ തരും. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഓരോ വർഷത്തെയും ചേഞ്ചസുകൾ അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് വേണ്ട അസറ്റ്സുകൾ ഏതൊക്കെയാണോ അത് എടുക്കുക, ലയബിലിറ്റീസ് ഏതൊക്കെയാണോ അത് എടുക്കുക, അതിൻ്റെ ബേസിൽ ഇൻക്രീസും ഡിക്രീസും നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ വേണ്ടത്, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വെക്കണം. കേട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നും കൂടി എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ടാണ് എഗെയിൻ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നമ്മൾ നോൺ കറണ്ട് അസറ്റുകൾ, പ്രിമിസസുകൾ എടുക്കുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറീസ് എടുക്കും, ഫർണിച്ചർ എടുക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും 3 നമ്മുടെ മെയിനായിട്ട് വരുന്ന ഫിക്സ്ഡ് അസറ്റ്. ഒക്കെ ഈ ഫിക്സ്ഡ് അസറ്റിനെ പറയുന്ന വേറെ പേരാണ് നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് എല്ലാതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രോപ്പറായിട്ട് നമ്മളവിടെ എടുക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പിന്നീട് നോൺ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കണ്ടതിന് ശേഷമാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്രീസും ഡിക്രീസും നോക്കുകയാണെങ്കിൽ 300 ആദ്യത്തെ പ്രിമിസസ് 300 to 85 ആയപ്പോൾ അത് അവിടെ കുറയുക ചെയ്തതല്ല. അപ്പോൾ നമ്മളത് കുറയാന്ന് പറഞ്ഞിട്ട് -15 അവിടെ എഴുതി ചേർത്തു. സോ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ ഈ 15 ഡിവൈഡഡ് ബൈ 300 into 100. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. നമ്മൾ അങ്ങനെ അത് കണ്ടു, ടോട്ടൽ ചെയ്തപ്പോൾ ടോട്ടൽ നമ്മൾ നോൺ കറണ്ട് അസറ്റിൻ്റെ എഴുതി. ഇനി കറണ്ട് അസറ്റിൻ്റെ സെയിം എന്തൊക്കെയാണോ കറണ്ട് അസറ്റ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ സ്റ്റോക്ക് എഴുതി. ആ സ്റ്റോക്കിന് ഇൻക്രീസും ഡിക്രീസും ഇല്ല, കാരണം 200 തന്നെയാണ്, അത് അതേപോലെ എഴുതി. ദെൻ ഡെപ്റ്റേഴ്സ് എഴുതി, അതേപോലെ തന്നെ ക്യാഷ് എഴുതി. ഓക്കെ, സോ അത് ടോട്ടൽ ചെയ്തു 385, 350 -35 9. സോ ടോട്ടൽ അസറ്റും നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ എഴുതി. ഓക്കെ, ഇത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കേട്ടില്ല, അപ്പം നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനിയിപ്പോൾ അയ്യോ എനിക്കിത് എഴുതാൻ അറിയില്ല പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞതിൽ ഏതൊക്കെയാണോ കറണ്ട് അസറ്റിൽ വരുന്നത്, ഏതൊക്കെയാണോ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്, അത് നിങ്ങൾ എടുത്ത് എഴുതി വെച്ചിട്ട് അത് കൂടിയോ കുറഞ്ഞോ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് എക്സ്ട്രാ 2 കള്ളി നിങ്ങൾ ആഡ് ചെയ്താൽ മതി, ഇൻക്രീസും ഡിക്രീസും അതിൻ്റെ പെർസെൻറ്റേജും. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഒരു 10ൽ 5 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സ്കിപ്പ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ ഒരു രീതി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട ഇക്വിറ്റീസ് ലയബിലിറ്റീസ് നമ്മൾ എടുത്ത് എഴുതും. ഓക്കെ, ഈ സെയിം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളത് മനസ്സിലാക്കി എടുത്താൽ മതി. ആദ്യം ഇക്വിറ്റീസിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഒരുമിച്ചിട്ട് നമ്മൾ അവിടെ എടുത്ത് എഴുതിയാൽ മതി. അപ്പം നമ്മൾ ഇക്വിറ്റിയിൽ പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഒക്കെ ഈ 3 എടുക്കുക. അത് 3 എടുത്തതിന് ശേഷം പിന്നീടാണ് ഡിബഞ്ചേഴ്സ് ആഡ് ആക്കേണ്ടത്. ഓക്കെ, ഡിബഞ്ചേഴ്സ് അതൊരു ഡെപ്റ്റ്, അതായത് നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇക്വിറ്റീസൊക്കെ എടുത്തതിന് ശേഷമാണ് ഡിബഞ്ചർ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വിറ്റീസ് എടുത്തു, ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടു, പിന്നീടാണ് നമ്മൾ അതിൽ കൂടെ നമ്മുടെ ഡിബഞ്ചേഴ്സ് കൂടി എഴുതേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെയും ഡിഫറൻസുകൾ എഴുതി. പിന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസിലേക്ക് കടന്നൊക്കെ ഇവിടെ നമുക്ക് ഒന്നും തന്നെ കൂട്ടാനോ കുറയ്ക്കാനോ, അതായത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് വരുന്ന ആ ഒരു കൂട്ടലും കുറയലും മാത്രം, ഒന്ന് ഇൻക്രീസും ഡിക്രീസും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടെ കാണിച്ചിട്ട് എടുത്ത് എഴുതിയാൽ മതിയാകും. ഓക്കെ, സോ അത് നമ്മൾ എഴുതി. ദെൻ ലയബിലിറ്റീസ് നമ്മൾ ടോട്ടൽ ചെയ്തു. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഓരോ വർഷം എത്ര കൂടി കുറഞ്ഞതിൻ്റെ ബേസിൽ ഒരു കൺക്ലൂഷനും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പലർക്കും അത് ഡൗട്ട്, നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ കോളം അല്ലെ പേഴ്സൻറ്റേജുകൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നിങ്ങളുടെ ഡൗട്ട്. ഈ പേഴ്സൻറ്റേജ് കാണാൻ എത്ര ഡിഫറൻസ് വന്ന് അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്രീവിയസിലെ എമൗണ്ട്. അതായത് ഇപ്പം നമുക്ക് ഡിഫറൻസ് ഇവിടെ വന്നത് 56 ആയിരുന്നു. സോ 56 ഡിവൈഡഡ് ബൈ 118 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 47.46 അങ്ങനെ കിട്ടും. സോ അതാണ് ഇവിടെ നമ്മുടെ പേഴ്സൻറ്റേജ് ചേഞ്ച് ആയിട്ട് കാണിക്കുന്നത്. എത്രയാണോ ഡിഫറൻസ് വന്നത് അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അവിടെ പേഴ്സൻറ്റേജ് ചേഞ്ച് കിട്ടും. ഓക്കെ, ഇത്രയാണ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റിൽ പറയുന്നത്. ദെൻ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അവിടെ കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ഈ സ്റ്റെപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. പിന്നീട് റീഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. മെയിനായിട്ട് ഇവിടെ നമുക്ക് സെയിൽസ് തരും, അതിൽ നിന്ന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ദെൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതാണ് മെയിനായിട്ട് കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. ഓക്കെ, സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡൊക്കെ കുറച്ചാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് സെയിൽസ് 2 വർഷത്തെ എപ്പോഴും ശ്രദ്ധിക്കുക. കമ്പാരിറ്റേറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ കോമൺ സൈസ് ഒക്കെ ആകുമ്പോൾ 2 വർഷം തരും. ഓക്കെ, ഈ 2 വർഷം തരുന്നത് അത് കമ്പാരിസണിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഓർക്കുക. അത്രയും എളുപ്പമായ കാരണമാണ് ഇങ്ങനെ എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് 2025 350യും 26 420യും ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് 30 36, സെല്ലിംഗ് എക്സ്പെൻസ് 20 30. ഓക്കെ, സോ ഈ ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മൾ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. സോ ഇതാണ് ഫോർമാറ്റ് വരുന്നത്. പെർട്ടിക്കുലാർസ്, പിന്നെ നമ്മൾ 2 എമൗണ്ട് കോളം, നമ്മൾ എക്സ്ട്രാ 2 കോളം കൂടി ക്വസ്റ്റ്യനിൽ തന്നതിൽ വെച്ചിട്ട്, ഇനിയിപ്പോൾ കമ്പാരിറ്റേറ്റീവ് ഇൻകം ബാലൻസ് ആയാലും ക്വസ്റ്റ്യനിൽ തന്നത് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ 2 കോളം, ഒക്കെ ഇവിടെയും 2 എക്സ്ട്രാ കോളം മാത്രം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയാവും. കണ്ടില്ലേ, ഇവിടെ കണ്ട പോലെ തന്നെ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് മാത്രം നമ്മൾ അവിടെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫോർമാറ്റ് ഇതാണ്. നെറ്റ് സെയിൽസ്, നാളെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഒരു കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെറ്റ് സെയിൽസ് 2 വർഷത്തെ 350 420 എഴുതാം. എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് 350 420 ഇപ്പോൾ കൂടിയപ്പോൾ +70 നമുക്ക് ഇൻക്രീസ് ചെയ്ത എമൗണ്ട് വന്നു. ഇനി പേഴ്സൻറ്റേജ്, ഒക്കെ ഈ പേഴ്സൻറ്റേജ് ആണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്, എങ്ങനെയാണ് ആ പേഴ്സൻറ്റേജ് വന്നത് എന്നുള്ളത്. സോ ഞാൻ ഒന്നുകൂടി പറയാം. ഈ പേഴ്സൻറ്റേജ് 20 കിട്ടുന്നത് എത്രയാണോ ഡിഫറൻസ്, അല്ല ഡിഫറൻസ് 70 ആണ്. 70 ഡിവൈഡഡ് ബൈ എത്രയാണ് പ്രീവിയസ് ഇയറിലെ എമൗണ്ട് 350 ആണ്. 350 ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 ആണ് എന്ത് വരുന്നത്, പേഴ്സൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ ആളെ നമ്മളെടുത്തു. ഫസ്റ്റത്തെ ആളായിരുന്നു നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെയിൽസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കിട്ടി. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ട 350യിൽ നിന്ന് 240 കുറച്ചപ്പോൾ എയുടെ ഗ്രോസ് പ്രോഫിറ്റ് 110യും ബിയുടെ 120യും കിട്ടി. ഡിഫറൻസ് 10 ചേഞ്ച് വന്നു. ഓക്കെ, 10 ആണ് ചേഞ്ച് വന്നത്. 10 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100 9.1 നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ കുറയ്ക്കണം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ 2 എണ്ണമുള്ള ഓഫീസ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും. ഒക്കെ, അപ്പോൾ ഓഫീസ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ. അപ്പോൾ ആ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എടുത്ത് എഴുതണം. ഓക്കെ, ആ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ എടുത്ത് എഴുതിയിട്ട് നമ്മൾ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ,
എഗെയിൻ പറയുകയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ നമ്മൾ എടുത്ത് എഴുതിയിട്ട് അത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എപ്പോഴും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഒപ്പം എഴുതിയിട്ട് നിങ്ങൾ ടോട്ടൽ ചെയ്തിട്ട് കുറച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഓഫീസ് എക്സ്പെൻസ് 30 എഴുതി, 2026 36. സോ 16 രൂപ കൂടി, 6 രൂപയുടെ കൂടിയതായിട്ട് കാണിച്ചു. അതിൻ്റെ ചേഞ്ച് വരിക 6 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 20 ആണ് അവിടെ ചേഞ്ച് വന്നത്. ദെൻ അതേ സെയിം കോൺസെപ്റ്റ് നമ്മൾ സെല്ലിങ് എക്സ്പെൻസിൽ നമ്മളവിടെ അപ്ലൈ ചെയ്തു. സോ സെല്ലിങ്ങിലും നമ്മൾ അതേപോലെ എഴുതി, ചേഞ്ച് 10 വന്നു. ദെൻ 10 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 15 നമ്മൾ അവിടെ അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് വന്നു. ഓക്കെ, സോ ടോട്ടൽ ചെയ്തപ്പോൾ ഇത്രയാണ് അതിൻ്റെ എമൗണ്ട് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുക. ഗ്രോസ് പ്രോഫിറ്റ് 110 ആയിരുന്നു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ 50 കുറച്ചു. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് 60 കിട്ടി, അടുത്തതിൽ 54 കിട്ടി. ഓക്കെ, ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ അവിടെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് വണ്ണാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കോമൺ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റംസിനെ ആർ കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ആൻഡ് ടേക്കിംഗ് സം കോമൺ ബേസ്. ഓക്കെ, ഇവിടെ നമ്മൾ പെർസെൻറ്റേജിലാണ് കാണുന്നത്. ആ പെർസെൻറ്റേജ് നമ്മൾ 100 ആയിട്ട് നമ്മൾ ടോട്ടൽ എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും വന്ന പോലെ കോമൺ സൈസിൽ ബാലൻസ് ഷീറ്റും ആൻഡ് അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരുന്നുണ്ടാവുക. സോ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഇവിടെ എന്താണെന്ന് കൊടുത്തിട്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോൺ ഹാസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ എല്ലാം നമ്മൾ പെർസെൻറ്റേജ് 100ൽ അവിടെ നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് പെർസെൻറ്റേജ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ബാലൻസ് ഷീറ്റ് എന്ന് കൂടി നമ്മളിതിന് പറയുന്നുണ്ടായിരിക്കും. സോ അടുത്തത് നമുക്കതിൻ്റെ മെയിൻ സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ അസറ്റ് 100 ആയിട്ട് എടുക്കും, ലയബിലിറ്റിയും 100 ആയിട്ടാണ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ടും 100 ആയി എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, നോൺ കറണ്ട് അസറ്റ്സുകൾ തന്നിട്ടുണ്ട്, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ. അതായത് കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇക്വിറ്റി ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾക്ക് റേഷ്യോ അനാലിസിസിൽ റേഷ്യോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സോ അത് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 വർഷത്തെ ഒന്നും ഇവിടെ നമുക്ക് 2 വർഷം തരില്ലല്ലോ, 1 വർഷമേ ഉള്ളൂ. അതായത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കോമൺ സൈസ് ആണ്, അതുകൊണ്ട് കമ്പയർ ചെയ്യല്ല. മറ്റോടത്തെല്ലാം തന്നെ നമ്മൾ 2 വർഷത്തെ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യാണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ബാലൻസ് ഷീറ്റിലേക്ക് പെറുക്കി എഴുതാം. ഇപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഈ അസറ്റിൽ ആദ്യം അസറ്റ് മുന്നേ നമ്മൾ എഴുതിയിരുന്നത് അസറ്റ് റൈറ്റ് സൈഡിലും ലയബിലിറ്റി ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റ് പ്രകാരം നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതിയാവും. കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ അസറ്റുകൾ എഴുതാം. അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ് 8 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ 8 ലക്ഷമാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ആണ് പലർക്കും ഡൗട്ട് വരുന്നത്, എങ്ങനെയാണ് 3.33 കിട്ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് കിട്ടുന്നത്
ആദ്യം അസറ്റിൻ്റെ ടോട്ടൽ എടുക്കും. ഓക്കെ, ടോട്ടൽ 2,40,000 ആണ്. അപ്പോൾ ആ 2,40,000 നിന്ന് ഓരോന്നിൻ്റെയും എമൗണ്ട് എത്രയാണോ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. കണ്ടില്ല, ഇവിടെ ടോട്ടൽ അസറ്റ് 24 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണാം. ലാൻഡിൻ്റെത് 8 ലക്ഷമായിരുന്നു. അപ്പോൾ ലാൻഡിൻ്റെ 8 ലക്ഷമായ കാരണം ലാൻഡിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത് മെയിനായിട്ട് 8 ലക്ഷം ഡിവൈഡഡ് ബൈ, ഓക്കെ, അതായത് 8 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് 24 ലക്ഷമായിരുന്നു. 24 lakh ഇൻറ്റു 100 അല്ലേ, ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 33.3 കിട്ടി. ഓക്കെ, അതാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി 6 lakh ഡിവൈഡഡ് ബൈ 24 lakh. ടോട്ടൽ 24 ആയിരുന്നു, അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25 കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. അത് എല്ലാവർക്കും എപ്പോഴും ഒരു ഡൗട്ട് വരുന്നൊരു ഏരിയയായ കാരണം ഞാനത് എഗെയിൻ എടുത്ത് പറഞ്ഞത്. ദെൻ നമ്മൾ എല്ലാ നോൺ കറണ്ട് അസറ്റുകൾ എഴുതി, അതിന് ശേഷം കറണ്ട് അസറ്റുകൾ എഴുതുക. കറണ്ട് അസറ്റിൻ്റെയും സെയിം 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ 24 lakh. അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്ക് ടോട്ടൽ 24 lakh നമ്മുടെ അസറ്റ് കിട്ടും. നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ ഇത് വളരെ എളുപ്പമുള്ള ഏരിയ, കാരണം നിങ്ങൾ ഈ തന്ന കാര്യം തന്നെയാണ് നിങ്ങൾ കമ്പാരിറ്റേറ്റീവിൽ എടുത്ത് എഴുതേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താൽ കോമൺ സൈസിൽ ജസ്റ്റ് നിങ്ങൾ പെർസെൻറ്റേജ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, ടോട്ടൽ അസറ്റ് 24 lakh. ആ സെയിം കോൺസെപ്റ്റാണ് നമ്മൾ ഇക്വിറ്റി ലയബിലിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. 6 ലക്ഷം ഡിവൈഡ് ബൈ ടോട്ടൽ 24 lakh ആണ് സർ. ആ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഇവിടെയും. അപ്പം നമ്മൾ ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ നമ്മൾ കണ്ടു. ദെൻ നോൺ കറണ്ട് അസറ്റുകൾ എന്താണോ അതാണ് കറക്റ്റായിട്ട് എടുക്കുക. നോൺ കറണ്ട് അസറ്റിൽ സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസും അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടു. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇത് ചെയ്താൽ ഫൈനലി നമുക്ക് 100 വരും. ഓക്കെ, ടോട്ടൽ നമ്മൾ പെർസെൻറ്റേജ് കോളം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കൂട്ടിയാൽ നമുക്ക് ഇവിടെ 100 കിട്ടി കറണ്ട് അസറ്റ്, ഇവിടെയും 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ചെറിയ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിപ്പോൾ നിങ്ങൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഇവിടെ എഴുതി ആ എമൗണ്ട് എഴുതി നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇതിൽ ഓരോന്ന് പറക്കി എഴുതുന്നതിനും നിങ്ങൾക്ക് എന്തുണ്ട്, മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് എന്തായാലും അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പറഞ്ഞു. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് കോമൺ സൈസിക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത് 4 പഠിച്ചു വെക്കണം. ഓക്കെ, 2 എന്തായാലും എക്സാമിന് ചോദിക്കും. ഏകദേശം നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ ഒരു 12-15 മാർക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെയിൽസ്, റിട്ടേൺ ഇൻവാർഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൊണ്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ കോമൺ സൈസ് ഇൻകം കമ്പാരിറ്റേറ്റീവ് അല്ല, 2 വർഷമുണ്ട്, പക്ഷെ കോമൺ സൈസ് ആണ്. അപ്പോൾ നമ്മൾ സെയിൽസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കണം. അപ്പോൾ ആ ഫോർമാറ്റ് പഠിക്കുക. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ മുന്നേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചല്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. സെയിം കോൺസെപ്റ്റ്. അപ്പോൾ നെറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സെയിൽസിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ നമ്മൾ അവിടെ കുറയ്ക്കും. റിട്ടേൺ ഇൻവാർഡാണ് സെയിൽസ് റിട്ടേൺ, അത് നമ്മൾ റിട്ടേൺ ഇൻവാർഡ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടി. ഓക്കെ, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. സോ നമ്മൾ മുന്നേ ചെയ്ത പോലെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. കണ്ടില്ല, ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കി ഇങ്ങനെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്ന കാര്യങ്ങൾ കറക്റ്റായി എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കോമൺ സൈസ്. അതിന് കോമൺ സൈസ് കമ്പാരിറ്റേറ്റീവ് ലാസ്റ്റ് വരുന്നതാണ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജനറൽ ടെൻഡൻസി, അനാലിസിസ് ഓഫ് ജനറൽ ടെൻഡൻസീസിനെ നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പാസ്റ്റ് ഡാറ്റയെ നമ്മൾ ബേസ് ഇയർ എടുത്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ട്രെൻഡ് അനാലിസിസ്. ഓക്കെ, ട്രെൻഡ് അനാലിസിസ് നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ്, ട്രെൻഡ് റേഷ്യോ, ഗ്രാഫിക് മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡിലാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ട്രെൻഡ് റേഷ്യോ ആണ് അതിൽ കുറച്ചും കൂടി മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് ഇയർ 100 ആയിട്ടാണ് എടുക്കുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീണ്ടും മിസ് ഒരു പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുകയുള്ളൂ. സോ നല്ല രീതിയിൽ നിങ്ങൾ അതവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. സോ അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ സെയിൽസ് എഴുതുക. കണ്ടില്ല, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ 2023, 24, 25, 26 അങ്ങനെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 23 നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കും. ഓക്കെ, ആദ്യത്തെ വർഷം അതാണ് നമ്മുടെ ബേസ് ഇയർ 80. അപ്പോൾ നമ്മൾ അതാണ് ബാക്കി എല്ലാത്തേക്കും എടുക്കുക. ബാക്കി നമുക്ക് 3 കോളം മാത്രം എഴുതിയാൽ മതി. 2024, 2025, 2026. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന 4 അതേപോലെ എഴുതുക. അതിൻ്റെ കൂടെ നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വർഷം എടുക്കുകയുള്ളൂ. കാരണം 2023 നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തു. അപ്പോൾ നെറ്റ് സെയിൽസ് ഓരോ വർഷത്തിൻ്റെയും എഴുതുക. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ 2024 എത്ര ചേഞ്ച് വന്നു? 80 നിന്ന് 70 ആയപ്പോഴേക്കും 10 വന്നതല്ല. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 80 ഈ എമൗണ്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഈ എമൗണ്ടാണ് എടുക്കുക. 80 ഇൻറ്റു 100 88 കിട്ടും. ഇനി 2025 ആകുമ്പോൾ 2025ക്ക് എത്ര മാറി? 100 വന്നു അല്ലേ? അപ്പോൾ 100 ആയപ്പോൾ 100 എത്ര ഡിഫറൻസ് വന്നു? അത് ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 നമ്മൾ അങ്ങനെയാണ് എടുത്ത് ചെയ്യുന്നത്. 2026 ആയപ്പോൾ 100. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ ഓരോന്നും ആ വന്ന ചേഞ്ചിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? പെർസെൻറ്റേജ് എടുക്കുക. നമ്മൾ 2023 ബേസ് ഇയർ ആക്കി എടുത്തിട്ട്. ഓക്കെ, ഇവിടെ ഇൻ്റർപ്രിട്ടേഷനിൽ ആ സെയിം കാര്യങ്ങൾ അവിടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സ്റ്റേജ് നോക്കുക. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഒന്നുമില്ല, തന്ന കാര്യങ്ങൾ ഓരോ വർഷത്തെയും എഴുതുക. സോ അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചസ് നമ്മൾ ഓരോ വർഷം കണക്കാക്കിയിട്ട് 2023 ബേസ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ അവിടെ ചെയ്യുക. അത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂള് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്തവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ ക്ലാസ്സസുകളും ലഭിക്കുന്നുണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസും പേഴ്സണൽ മെൻറ്റർഷിപ്പും ഗൈഡൻസും അസിസ്റ്റൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് PYQs ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. FIUGP ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.